ക്രൈസ്തലോ ദൈവനാമത്തിന് മഹത്വം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വസ്തുതയാണ്. കാരണം നിങ്ങൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? സംശയിക്കരുത്. വിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പുള്ളവരായി മാറണം. അതുകൊണ്ട് കർത്താവ് മലയെ കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ അതാര് പറയുന്നുവോ അത് തന്നെ അവിടെ സംഭവിക്കും എന്ന് കർത്താവ് വിശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ സംശയം നിങ്ങളുടെ ജീവിതത്തിൽ അരുത്. നിങ്ങൾ ഏതൊരു കാര്യത്തിൽ പുറപ്പെട്ടു പോകുമ്പോൾ വിശ്വാസമുള്ളവരായിരിക്കണം. അതിൻ്റെ 22-ാമത്തെ വാക്യം, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം എന്നാണ് കർത്താവ് അവരെ പ്രത്യേകം ഓർപ്പിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് കർത്താവ് അവരെ കൊണ്ടുപോകുന്നത്, ഈ വസ്തുത അവരെ അറിയിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിലും നാം വിശ്വാസത്തോടെ മൂവ് ചെയ്യുന്നവരായിരിക്കണം. നാം വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നാം അതിൽ സംശയിക്കരുത്. അത് ലഭിക്കുമോ ഇല്ലയോ, പോയ കാര്യം സാധിക്കുമോ, അതെങ്ങനെയായി തീരും എന്നുള്ള സംശയം നമ്മുടെ ലൈഫിൽ നാം കൊണ്ടുവരാതെ വിശ്വാസത്താൽ ഇറങ്ങിത്തിരിക്കുക. ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോയാലും വിശ്വാസം നിന്നെ തളർത്തത്തില്ല, മറിച്ച് വിശ്വാസം നമ്മെ ബലപ്പെടുത്തുവാനിടയായി തീരും. നാം മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും വിശ്വാസത്തിൽ തന്നെ ആയി മാറട്ടെ. നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളെ മാത്രം നോക്കി നാം മുന്നോട്ട് പോകാതെ വിശ്വാസത്താൽ നാം അതിൽ തന്നെ എന്ത് ചെയ്യണം? കർത്താവിനുള്ള വിശ്വാസത്താൽ നമ്മുടെ കർത്താവ് നമ്മെ നടത്തും. നമ്മെ ഒരിക്കലും അവൻ ലജ്ജിപ്പിക്കത്തില്ല, ഒരിക്കലും അവൻ നമ്മെ തളർത്തിക്കളയത്തില്ല. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. വിശ്വാസത്തിൽ വളരുക, അത്ഭുതങ്ങളെ കാണുക.